ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനത്തെ വ്ളോഗ് എടുക്കാണ്ട് എപ്പോൾ ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യൽ വണ്ണാമ്പലം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഇന്ന് ഞാൻ കുണ്ടംകുഴി സൈറ്റിലേക്കാണ് പോകുന്നത്. കുട്ടേട്ടൻ്റെ ഒന്നിച്ചാണ് പോകുന്നത്. ഇതിൻ്റെ വാവനക്ക് കൊണ്ടുവന്നൊരു കുപ്പായം ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെയുണ്ടപ്പാ പിന്നൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇന്ന് അവിടെ ഇൻസ്പെക്ഷനാണ്, ആരെങ്കിലും ഇൻസ്പെക്ഷൻ. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. എന്താവും നല്ല വിചാരിച്ചിട്ട് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. ഇന്ന് സ്കൂളിൽ ലീവാണല്ലേ, ഇന്ന് സ്കൂളിൽ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ സൗണ്ടൊന്നും ഉണ്ടാവില്ല, അതൊരു സമാധാനം. രാവിലെ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഇപ്പം നല്ല ക്ലൈമറ്റ് മാറി, ഒരു വെയിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കണക്ക് കയ്യെല്ലാം ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പോൾ വേഗം എടുക്കുന്ന പ്രായമായില്ലേ. ഓക്കെ ബൈ. അപ്പോൾ ഗായ്സ്, ഞാൻ സൈറ്റിലെത്തിയ വാർഡ് മുകളിലേക്ക് കയറി ബാഗ് താഴെ വെച്ചിട്ട് എന്താ വെച്ചാൽ ഇന്ന് ഇൻസ്പെക്ഷൻ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടേ. അപ്പോൾ ഇൻസ്പെക്ഷൻ വരുമ്പോൾ മിസ്റ്റേക്കൊന്നും ഇല്ലാണ്ട് നോക്കേണ്ടത് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് നമ്മളതെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അതൊരു ഇഷ്യൂ ആവും എന്തായാലും. അപ്പോൾ പിന്നെ നമ്മളെല്ലാം കറക്റ്റാണ് ചെയ്യുന്നത് സൈറ്റിൽ. പക്ഷേ അവർ വന്ന് നോക്കുമ്പോൾ അവർക്ക് എന്തായാലും മിസ്റ്റേക്സ് കാണും. അവരത് തിരുത്താൻ പറയും, നമ്മൾ തിരുത്തും. ദാറ്റ്സ് ഇറ്റ്. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. അതുകൊണ്ട് ഓക്കെ ഓക്കെ. സ്കൂളില്ലാത്തതുകൊണ്ടില്ലേ നല്ല സമാധാനമുണ്ട്. അമ്പലത്തെ പാട്ടെല്ലാം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. വീട് പിള്ളമാരുടെ സൗണ്ടിന് കേൾക്കില്ല. ഗൈസ്, നമ്മൾ ചായ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. നമ്മൾ ലേഡീസിന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചായയും പഴംപൊരി വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് പഴംപൊരി ഇല്ല ഇവിടെ. അതുകൊണ്ട് ചായയും തേങ്ങുപൊടിയും വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. നമ്മൾ ഇൻസ്പെക്ഷൻ ഏകദേശം ഉച്ചയോടെ കഴിഞ്ഞു. വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചായ വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ചായ ഉണ്ട്, ഞാനുണ്ട്. എൻ്റെ ഈ ഫോൺ പിടിച്ച കയ്യിൽ തന്നെ സ്നാക്സും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവത്തിൽ ചായയെല്ലാം മേടിച്ചിട്ട് വരുന്നത്. നല്ല രസം കേട്ടാ. സോ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. നമുക്ക് ഇങ്ങനെ പിടിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. എന്താ വെച്ചെങ്കിൽ മറ്റു ചായ ആകുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ്, ഭയങ്കര ഒരു വെയിറ്റെല്ലാം വരുന്നില്ലേ, ജഗ്ഗിലല്ല വരുന്ന സമയത്ത്. ഇതാകുമ്പോൾ വെയിറ്റൊന്നുമില്ല. നല്ല ഏകദേശം ഒരു മഴ പിടിച്ച ക്ലൈമറ്റാണ്. ക്ലാസ് കുപ്പി ക്ലാസ് ആണ്. അതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്, പൊട്ടിപ്പോയാൽ എന്തെങ്കിലും പൈസ കൊടുക്കാൻ. ഗൈസ്, എല്ലാവരും ചായ കുടിക്കുകയാണ്. നല്ല ചായയാണ്. ചായനെ പറ്റി രണ്ട് വാക്ക്. ഗൈസ്, ഞാൻ സൈറ്റിൽ നിന്ന് ഇറങ്ങി ഇത് ഗ്ലാസ് നമുക്ക് പോകുന്ന വഴിക്ക് കടയിൽ കൊടുക്കണം. സമയം 4:45 കഴിഞ്ഞു. 4:50 വരായി. അപ്പോൾ ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് ബസ് കയറാൻ വേണ്ടി പോകാൻ. ബസ് 5 മണിക്കാണ്. അപ്പോൾ ഓക്കെ ബൈ. ഗൈസ്, ഞാൻ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. വലിയ മഴ, കാര്യമായിട്ട് വലിയ മഴയല്ല, നല്ല കാറ്റെല്ലാം. ഞാൻ മഴ കാണിച്ചു തരാം. ഇതാ ഇതാ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ഈ വഴി ഭയങ്കര സ്ലിപ്പായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് കണ്ടാലറിയും, പറ്റ പായൽ പിടിച്ചിട്ടില്ലേ. അപ്പോൾ ഇതിലെ പോകുന്ന സമയത്ത് ഞാനൊരാൾ വീണു എന്ന് പറഞ്ഞിന്. അപ്പോൾ കാണുന്നവർ പറയും അതിലെ പോകുമ്പോൾ നോക്കണം പറയും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. മഴയുടെ സൗണ്ടിൽ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് വരെ എനിക്കറിയില്ല. അത്രയ്ക്ക് വലിയ മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ഇപ്പം കിട്ടി, ഇപ്പോഴാണ് കിട്ടി. നല്ലോണം ഉരുന്തുന്നുണ്ട്. എന്തല്ലേ നല്ല മഴയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നല്ല മഴയാണ്. ഇവിടെ ഫുള്ളിങ്ങനെ മരവും ഇതെല്ലാം ആയതുകൊണ്ട് കാറ്റെല്ലാം ആകുമ്പോൾ ഭയങ്കര കാറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ മഴയത്ത് കുടയും പിടിച്ചിട്ട് പോവുകയാണ്. ഇങ്ങനെ നടക്കുകയാണ്. എനിക്കിപ്പോൾ ഈ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്ത് നോക്കിയാലേ എനിക്കറിയൂ സൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന്. മിക്കവാറും മഴേൻ്റെ സൗണ്ട് തന്നെ ആയിരിക്കും. അതിൻ്റെ സൗണ്ടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഇത് ഇങ്ങനെ പിടിച്ചാൽ എൻ്റെ മുഖവും എൻ്റെ ഫ്രണ്ട് ഭാഗമെല്ലാം നനയും. ഇങ്ങനെ പിടിച്ചാൽ എൻ്റെ ബാഗ് നനയും. അങ്ങനത്തെ അവസ്ഥ. അതല്ലേ ഈ കുടേൻ്റെ ഒരു പ്രശ്നം. കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ മുടി പാറുന്ന കാണുമ്പോൾ മനസ്സിലാവൂലേ, നല്ല കാറ്റെല്ലാം ഉണ്ട്. എൻ്റെ മുടിയും എൻ്റെ തലേൻ്റെ കോലം നോക്കണം എപ്പോഴും അങ്ങനെ പാറിയിട്ട്. അന്ന് അമ്മമ്മ എണ്ണ തേച്ചിട്ട് 2-3 ദിവസം നല്ല
എണ്ണയെല്ലാം തലയിലുണ്ടായിന്. പിന്നെ ഞാൻ എണ്ണ തേച്ചിട്ടാ. അപ്പോൾ ഇങ്ങനെ ഈ തല എനിക്ക് ഇങ്ങനത്തെ തലയാണ് ഇഷ്ടം. ഇങ്ങനെ പാറി നിൽക്കുന്ന മുടിയാണ് ഇഷ്ടം. അമ്മക്ക് ആപ്പിക്കെല്ലാം ഞാനിങ്ങനെ എണ്ണ തേച്ച് നടക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പണ്ടേ എണ്ണ തേക്കില്ല. അപ്പോൾ അവർ കിട്ടുന്ന ചാൻസ് അവർ മുതലാക്കലുണ്ട്. നല്ല മഴയാണെന്ന് വെച്ചാൽ നല്ല മഴയാണ്. ഇന്ന് പൊതുവേ നല്ല മഴയാണ്. ഇന്ന് കളക്ടർ ലീവ് കൊടുത്തത് എന്തായിട്ടും നല്ലൊരു കാര്യമാണ്. അത്രക്കും മഴ കൂടി, നല്ല കാറ്റെല്ലാം വരുന്നുണ്ട്. എന്തല്ലേ ഇങ്ങനെ മഴയായാൽ എൻ്റെ കാലിൻ്റെ അടുത്ത് എന്തോ കയറി. അപ്പോൾ ഗായ്സ് അത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അമ്മമ്മ വീട്ടിലൊറ്റയ്ക്കേ ഇല്ല. ഈ മഴയെല്ലാം വരുമ്പോൾ അമ്മമ്മക്ക് എന്തോ ആണെന്നുണ്ടാവും. അമ്മ എത്തണത്ര, അമ്മേൻ്റെ ആരൊക്കെ വരൂ. നല്ല മഴയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതന്നെ ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞു മഴ എന്ന്. ക്ഷമിക്കുന്ന അത് വേറൊന്നും പറയാൻ കിട്ടുന്നില്ല. കണ്ടാ, ഇതാണ് എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം. പച്ച മരവും കാടെല്ലാം. അത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്ര കാട്. വേനൽക്കാലത്താവുമ്പോൾ നമ്മൾ കാടെല്ലാം കൊത്തലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടാ ഒറ്റ മഴ വരുമ്പോഴേക്ക് ഫുള്ള് കാടായി. അങ്ങനത്തെ എല്ലാ അവസ്ഥയാണ്. ഞാൻ എത്ര നേരമായി നടക്കുന്നല്ലേ. ഇപ്പോൾ എത്തും വീട്ടിൽ. കണ്ടാ കാറ്റിന് ഒരാൾ ആടുന്നുണ്ടാ. കണ്ടാ ഇവിടെ എത്തുമ്പോൾ കാറ്റ് കൂടി. എന്താ വെച്ചാൽ ഇവിടെ കുറേ മരവും സംഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കാറ്റ് കൂടി. വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ. അല്ല മീൻസ് എത്താറായി. അമ്മമ്മ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു, പുറത്ത് കാണുന്നില്ല. എത്തി നോക്കുന്നുണ്ട്. അമ്മമ്മ മഴയത്ത് എത്തി നോക്കുന്നുണ്ടായി എന്നാ. അമ്മ ആരൊക്കെയല്ലേ വരില്ല അമ്മമ്മേ? ഇതാണ് എൻ്റെ അമ്മമ്മ. അപ്പം ഞാൻ ഇവിടെയാണ് കോട്ട ഉണക്കാൻ വെക്കല്. കാറ്റിന് പാറിപ്പോകുന്ന കറിയിലാണ് കിട്ടും. ഫസ്റ്റ് തന്നെ കുട ഉണക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പോകുമ്പോൾ ഇങ്ങനെ ചണ്ട എടുത്തിട്ട് പോകേണ്ടി വരും. ശരി, നമുക്ക് വെള്ളാറിയിട്ടാകുമ്പോൾ ഉള്ളിൽ കൊണ്ടാക്കാന്നാണ് അമ്മമ്മ പറയുന്നത്. അപ്പോൾ എൻ്റെ ഫോണിലെല്ലാം ഫുള്ള് ചണ്ടായി. ഞാൻ വേഗം ഇതിലെന്നെ കുളിച്ചാൽ ഞാൻ കുളിയുടെ പരിപാടി തീരും. അപ്പോൾ ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വരാം. ബൈ. കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ടിഫിൻ ബോക്സ് കഴുകി വെക്കണം. എന്ന് വെച്ചാൽ ഞാൻ പോയെടുക്കുന്ന ടിഫിൻ ബോക്സ് കഴുകയില്ല, വീട്ടിൽ വന്നിട്ടാണ് കഴുകല്. പണ്ടേ ശീലിച്ചൊരു മോശ ശീലമാണെന്ന് എനിക്കറിയാം. എന്നാലും അത് ശീലിച്ച് പോകും. പിന്നാക്കൽ ഞാൻ ചാറുകറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചാറുകറി കൊണ്ടുപോകലില്ല. ഞാൻ ചാറുകറി കൊണ്ടുപോയിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ ടിഫിൻ ബോക്സ് ഇതാണ്. അപ്പോൾ ഞാനിത് കഴുകിയിട്ടായിരിക്കും കുളിക്കാൻ പോകുന്നത്. പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല. പിന്നെ എന്തിപ്പാ പിന്നെ വിളക്കെല്ലാം കത്തിച്ചിട്ട് ഫ്ലാറ്റ് ആവും ഞാൻ. അതുകൊണ്ട് ബൈ.